Dear students, welcome to Business Studies class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണല്ലേ. ഏതൊക്കെ ഫോംസ് പഠിച്ചു? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, മെറിറ്റ്സ് പഠിച്ചു, ഡീമെറിറ്റ്സ് പഠിച്ചു അല്ലേ. പിന്നെ എന്താണ് അത് നെക്സ്റ്റ് സെക്കൻഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ജോയിൻ ഹിന്ദു ഫാമിലി ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സ് പഠിച്ചു, ഡീമെറിറ്റ്സ് പഠിച്ചു, അതിൻ്റെ എന്താണ് ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഓൾറെഡി അല്ലേ. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പാർട്ട്ണർഷിപ്സും അതിൻ്റെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. എന്താണ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്? The registration of partnership means the process of entering the name of firms in the register of firm ആണ്. ഒരു ഫേമിൻ്റെ രജിസ്ട്രാറിൽ എന്ത് ചെയ്യുന്നു? ആ സ്ഥാപനത്തിൻ്റെ നെയിം എൻ്റർ ചെയ്യുന്നത് എന്ത് പറയുന്നത്? രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതെന്താണ്? സിംപ്ലി എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഫേം ആണ്. ഒരു ഫേം ഉണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫേം ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രൂഫാണ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. ബട്ട് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി, ഇറ്റ് ഈസ് ഓപ്ഷണൽ ആസ് പെർ ദി റിക്വയർമെൻറ്റ് ഓഫ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്ത് ഇവർക്ക് എന്താണ് ഫേം രജിസ്റ്റർ ചെയ്താൽ മതി. അത്ര കമ്പൽസറി ഒന്നുമില്ല. ലീഗലായിട്ട് പാർട്ട്ണർഷിപ്പ് ആക്ട്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ ഇപ്പോൾ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് ഓപ്ഷണലാണ്. അപ്പോൾ എന്താണ്? ഇതാണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. രജിസ്ട്രേഷൻ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ എൻട്രിങ് ദി നെയിം ഓഫ് ഫേം ഇൻ ദി രജിസ്ട്രാർ. ആ ഫേമിൻ്റെ രജിസ്ട്രാറിൽ ഫേമിൻ്റെ നെയിം എൻട്രി ചെയ്യുന്നത് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന് നോക്കാം. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. നമ്മളിപ്പോൾ എന്താണ് ഒരു ഫോം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ്. ഫസ്റ്റ് എന്താണ്? ദ പാർട്ട്നേഴ്സ് മസ്റ്റ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഫോം ദ കണ്ടെയ്നിങ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫോം ഫീസ്. ഒരു പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് ഫീസ് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം രജിസ്ട്രാർക്ക്. അവരുടെ പാർട്ട്നേഴ്സ് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്താണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? നെയിം ഓഫ് ദി ഫേം. എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നെയിം എന്ത് ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡീറ്റെയിൽസ് എന്തായിരിക്കണം? നെയിം ഓഫ് ദി ഫേം ആയിരിക്കണം. ആ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? നമ്മൾ ഓരോ സ്ഥാപനം എന്താണ് ജസ്റ്റ് മറ്റൊരു സ്ഥാപനം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥാപനത്തിന് പേര് കൊടുക്കും അല്ലേ. ആ നെയിം എന്താണെന്ന് ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ എന്താണ്? പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ദി ബിസിനസ്. എന്താണ് പ്രിൻസിപ്പൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ്സ് എ പ്രൈമറി ലൊക്കേഷൻ ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് എന്ന് പറയും. സിമ്പിളായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പറയാൻ, ഒരു ബിസിനസ്സിന് എന്താണ് ഹെഡ് ഓഫീസ് ഉണ്ടാവും, അതിന് കുറേ ബ്രാഞ്ചസ് പല സ്ഥലങ്ങളുണ്ടാവും. മെയിൻ ചില ബിസിനസ്സിൻ്റെ ഒക്കെ എന്താണ് മുംബൈ ആണ് ഹെഡ് ഓഫീസ് എന്ന് പറയില്ലേ. SBIൻ്റെ ഹെഡ് ബ്രാഞ്ച് എവിടെയാണ്? മുംബൈ. അതുപോലെ എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രൈമറി ലൊക്കേഷൻ എവിടെയാണ് എന്ന് സെക്കൻഡ് എന്താണ് ഈ ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. പ്രൈമറി ലൊക്കേഷൻ, പ്രിൻസിപ്പൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്ലേസ് വേർ ദി books of accounts and reports are kept or higher professionals are located എന്നാണ്. പ്രൊഫഷണൽ മാനേജേഴ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യുന്ന എല്ലാ അവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും റിപ്പോർട്ട്സ് എല്ലാം കെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രിൻസിപ്പൽ ഓഫീസ് ഉണ്ടാവും. അതിന് നമ്മളെന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ പ്ലേസ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്താണ്? നെയിം ഓഫ് ദി അതർ പ്ലേസ് എന്നാണ്. വേർ ദി ബിസിനസ് ക്യാരീഡ്. ഈ ബിസിനസ് എന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അതിന് ചില ബ്രാഞ്ച് ഉണ്ടാവും. ആ ബ്രാഞ്ച് എവിടെയൊക്കെയാണ് ബ്രാഞ്ച് ഉള്ളത് എന്നും കൂടി ഈ ആപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അങ്ങനെ ബ്രാഞ്ച് ഉണ്ടാവും. അവിടെ ഏത് പ്ലേസിലാണ് ഈ ബിസിനസ്സിൻ്റെ അതർ ബ്രാഞ്ചസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഫോർത്ത് വൺ എന്താണ്? ഡേറ്റ് വെൻ ഈച്ച് പാർട്ട്നേഴ്സ് ജോയിൻ ദി ഫേം. എന്താണ്? ആ ഫേമിൽ എന്ത് ചെയ്യുന്നു? പാർട്ട്നേഴ്സ് എന്താണ്? ഒരു രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഫോം ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യാം ഫോം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിലുള്ള പാർട്ട്നേഴ്സ് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ജോയിൻ ചെയ്ത ഡേറ്റ് എപ്പോഴാണോ അതും എന്തിരിക്കണം പാർട്ട്ണർഷിപ്പിൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ എന്താണ്? നെയിം ആൻഡ് പെർമനൻറ്റ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ നെയിമും ഒരു കോൺടാക്ട് ചെയ്യണ്ടേ നമുക്ക്? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു അഡ്രസ്സ് വേണ്ടേ? അവരുടെ കോൺടാക്റ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സ് എന്തിരിക്കണം ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കണം. സിക്സ്ത് വൺ എന്താണ്? ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇഫ് എനി. എന്താണ്?
പാർട്ട്ണർഷിപ്പിന് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ എന്താണ് 2 തരത്തിലുണ്ട്. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലും പാർട്ട്ണർഷിപ്പ് അറ്റ് പെർട്ടിക്കുലറും ഉണ്ട് അല്ലേ. അതിൽ പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നു. എന്താണ്, ഇത്ര ഒരു 2 വർഷത്തേക്ക് അങ്ങനെ സ്പെസിഫൈഡ് പീരീഡിൽ ഫോം ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് എത്രയാണ് ഡ്യൂറേഷൻ, ഇപ്പോൾ 2 വർഷമോ അല്ലെങ്കിൽ 5 ഇയേഴ്സോ അല്ലെങ്കിൽ 10 ഇയേഴ്സോ അങ്ങനെ എത്രയാണോ ഡ്യൂറേഷൻ അതുണ്ടെങ്കിൽ അതും എന്താണ് ഈ ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് മസ്റ്റ് ബി കണ്ടെയ്ൻഡ് ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇത്ര സമയം പറഞ്ഞു കഴിഞ്ഞത്. എന്താണ്, after signed by all the partners in application form, then it must be submitted to registrar. എന്താണ്, ആ ഫോമിലുള്ള എല്ലാ പാർട്ട്നേഴ്സ് ഇതിൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യുക. രജിസ്ട്രാർ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ്, വാലിഡ് ആണ്, ഇതിൽ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യും, നെയിം മസ്റ്റ് ബി എൻ്റർ ഇൻ ടു രജിസ്ട്രാർ. ആ സ്ഥാപനത്തിൽ രജിസ്ട്രാറിൽ എന്ത് ചെയ്യും, ഈ സ്ഥാപനത്തിന് നെയിം എൻ്റർ ചെയ്യും. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് എന്താണ്, ദാറ്റ് മസ്റ്റ് ബി ഇൻഫോംഡ് ടു രജിസ്ട്രാർ ഓഫ് ഫേം. ആ ഫേമിൻ്റെ രജിസ്ട്രാറിൽ എന്ത് ചെയ്യണം, ഇവിടെ എന്തെങ്കിലും ഈ ഫേമിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്യണം, അത് രജിസ്ട്രാറിനെ അറിയിച്ചിട്ട് ഇതിൽ എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്തണം. അതുപോലെ എന്താണ്, അഡ്രസ്സ്, പാർട്ട്നേഴ്സിൻ്റെ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായി അതെല്ലാം എന്താണ്, രജിസ്ട്രാറിനെ അറിയിക്കേണ്ടതാണ്. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് ദാറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം ഫോർ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. നമ്മൾ നെക്സ്റ്റ് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്താണ്, പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എന്താണ്, കമ്പൽസറി അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഇറ്റ് ഈസ് ഓപ്ഷനിലാണ്. പക്ഷേ ഒരു ഫേം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സം അഡ്വാൻറ്റേജസ് ദാൻ ടു അൺരജിസ്റ്റേർഡ് ഫേം. ഒരു ഫേം എന്താണ്, അൺരജിസ്റ്റേർഡ് ഫേമിനേക്കാളും കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് രജിസ്റ്റേർഡ് ഫേമിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എന്താണ് അൺരജിസ്റ്റേർഡ് ഫേംസ് എന്താണ്, ഫേസിങ് സം ടൈപ്പ് ഓഫ് ലിമിറ്റേഷൻസ് ദാൻ ടു രജിസ്റ്റേർഡ് ഫേം. രജിസ്റ്റേർഡ് ഫേമിനേക്കാളും എന്ത് ചെയ്യുന്നത്, ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അൺരജിസ്റ്റേർഡ് ഫേമിന്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, അൺരജിസ്റ്റേർഡ് ഫേമിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻസ് എന്താണ്, ഇറ്റ് കനോട്ട് സ്യൂ എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി എന്നാണ്. അൺരജിസ്റ്റേർഡ് ഫേം കനോട്ട് സ്യൂ എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി ഫോർ ദി റിക്കവറി ഓഫ് ദി ഡെപ്റ്റ് എക്സീഡിങ് ടു 100 rupees. 100 rupeesനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ഡെപ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടീൻ്റെ കയ്യിൽ നിന്ന് ഈ അൺരജിസ്റ്റേർഡ് ഫേമിന് കിട്ടാനുണ്ടെങ്കിൽ അതിനത് കിട്ടാൻ വേണ്ടിയിട്ടൊരു കേസ് ഫയൽ ചെയ്യാനൊന്നും അൺരജിസ്റ്റേർഡ് ഫേമിന് കഴിയില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നത്, നമുക്കൊരു 100 rupees കൂടുതൽ കിട്ടാനുണ്ട്, നമുക്ക് എന്താണ് എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സിനായി നമുക്കൊരു 1000 rupees കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരായിട്ട് കേസ് കൊടുക്കാനൊന്നും അൺരജിസ്റ്റേർഡ് ഫേമിന് കഴിയില്ല. അതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ. സെക്കൻഡ് ലിമിറ്റേഷൻ എന്താണ്, അൺരജിസ്റ്റേർഡ് ഫേം കനോട്ട് സ്യൂ ഇറ്റ്സ് ഓൺ പാർട്ട്നേഴ്സ്. എന്താണ്, ഇവർ പാർട്ട്നേഴ്സ്, നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 അതിൽ കൂടുതലോ വ്യക്തികൾ ഉണ്ടായിരിക്കണം അല്ലേ, അവിടെ ഉറപ്പായിട്ടും ആ വ്യക്തികൾ തമ്മിൽ, പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായി, ഇവർക്ക് എന്താണ് ഒരു പാർട്ട്നേഴ്സിന് ഇയാളെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കറക്റ്റ് കിട്ടുന്നില്ല, എന്തെങ്കിലും കോമ്പൻസേഷൻ അങ്ങനത്തെ എന്തെങ്കിലും, ഇയാളിപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതുപോലത്തെ ഇയാളെ റൈറ്റ്സ് എന്തെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ ഈ പാർട്ട്നേഴ്സിന് എതിരായിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാർട്ട്നേഴ്സിനെതിരായിട്ട് തന്നെ കേസ് കൊടുക്കാൻ എന്തിന് അൺരജിസ്റ്റേർഡ് ഫേമിന് കഴിയില്ല. അതാണ് സെക്കൻഡ്, ഇറ്റ് കനോട്ട് സ്യൂ ഇറ്റ്സ് ഓൺ പാർട്ട്നേഴ്സ്. ആൻഡ് തേർഡ് വൺ, ഇറ്റ് കനോട്ട് സ്യൂ ദ തേർഡ് പാർട്ടി ഓർ ഹിസ് കോ പാർട്ട്നേഴ്സ് for the recovery of his claim. എന്താണ്, ഈ പാർട്ട്നേഴ്സിൻ്റെ ഇയാൾക്ക് എന്തെങ്കിലും ക്ലെയിംസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും റൈറ്റ്സ് ആണ് അതൊന്നും കിട്ടുന്നില്ല എങ്കിൽ കോ പാർട്ട്നേഴ്സിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് എതിരായിട്ടോ എന്താണ് സ്യൂ ചെയ്യാൻ അൺരജിസ്റ്റേർഡ് ഫേമിന് കഴിയില്ല. ദിസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് അൺരജിസ്റ്റേർഡ് ഫേം ഓർ കോൺസിക്വൻസസ് ഓഫ് അൺരജിസ്റ്റേർഡ് ഫേം. ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് കാനോട്ട് സ്യൂ എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. നമ്മുടെ ഫേമിൻ്റെ പുറത്തുള്ള ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റർ അല്ല ഡെപ്റ്റർ അങ്ങനെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പുറത്തുള്ള ഒരു പാർട്ടി, അതാണ് തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡെപ്റ്റ് കിട്ടാനെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ എന്താണ് അൺരജിസ്റ്റേർഡ് ഫേമിന് കഴിയില്ല. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ്സ് ഓൺ പാർട്ട്നേഴ്സ്. എന്താണ്, സെയിം തന്നെയാണ്, തേർഡ് പാർട്ടി അല്ല, നമ്മൾ തന്നെ ഒരു പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റൈറ്റ്സ് കിട്ടാനെങ്കിൽ അതിനെതിരായിട്ടും നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല അൺരജിസ്റ്റേർഡ് ഫേമിന്. ആൻഡ് തേർഡ് വൺ എന്താണ്, it cannot sue against third party or
ഇറ്റ്സ് കോ പാർട്ട്നേഴ്സ് ഫോർ ദി റിക്കവറി ഓഫ് ഹിസ് ക്ലെയിംസ്. ഇയാൾക്ക് എന്തെങ്കിലും ക്ലെയിംസ് കോമ്പൻസേഷൻ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, ഇയാൾ എന്താ റെമ്യൂണറേഷൻ അങ്ങനെ എന്താ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാനും അൺരജിസ്റ്റേർഡ് ഫേമിന് കഴിയില്ല. ബട്ട് ഇൻ കേസ് ഓഫ് തേർഡ് പാർട്ടിക്ക് എന്താണ് അൺരജിസ്റ്റേർഡ് ഫേമിന് എതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റും. ഇവരെന്തെങ്കിലും ബാഡ് ഡെബ്സോ ഡെബ്സോ എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺരജിസ്റ്റേർഡ് ഫേമിന് തേർഡ് പാർട്ടിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ നെക്സ്റ്റ് എന്താണ് പഠിക്കാൻ പോകുന്നത്? അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലേ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഈസി ഫോർമേഷൻ. എന്താണ് പാർട്ട്ണർഷിപ്പിൽ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പാർട്ടീസ് എന്നാണ്. ഫോർ എഗ്രീയിങ് ടു എന്താണ് പ്രോഫിറ്റ് എന്താണ് എഗ്രീഡ് വാല്യൂവിൽ ഷെയർ ചെയ്യാം എന്നുള്ളൊരു എഗ്രിമെൻ്റാണ് എന്ത് ചെയ്യുന്നത്? 2 അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ് പാർട്ട്ണർഷിപ്പ്. അതിലെന്താണ് പാർട്ട്ണർഷിപ്പ് ഈസ് എ എഗ്രിമെൻറ്റ്. ബട്ട് എന്താണ് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ദർ ഈസ് നോ കമ്പൽസറി ഫോർ ദി രജിസ്ട്രേഷൻ. ഇറ്റ്സ് എ ഓപ്ഷണൽ ആസ് പെർ ദി ഡിസയർ ഓഫ് മെമ്പേഴ്സ് എന്നാണ്. ആ പാർട്ട്ണർഷിപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ഡിസയർ അനുസരിച്ചിട്ട് എന്താണ് അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതാണ് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർമേഷൻ ആൻഡ് ഈസി ക്ലോസർ എന്നാണ്. ക്ലോസ് ചെയ്യുന്നത് എന്താണ് വളരെ സിമ്പിളാണ് പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്? ഈസി ഫോർമേഷൻ എന്നാണ്. ഈസി വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഫോർമേഷന്. അധികം ലീഗൽ ഫോർമാലിറ്റീസും കോംപ്ലിക്കേഷൻസും ഒന്നും ഇല്ല ഈ പാർട്ട്ണർഷിപ്പിൽ ഫോർമേഷൻസിൽ. സെക്കൻഡ് വൺ എന്താണ്? മോർ ഫണ്ട്സ്. പാർട്ട്ണർഷിപ്പിൽ ക്യാപിറ്റൽ എങ്ങനെ നമ്മൾ റേസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ്. നമ്മുടെ ഫേമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർ ഓരോരുത്തർ ഓരോ പ്രപ്പോർഷനിൽ എന്ത് ചെയ്യുന്നു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ക്യാപിറ്റൽ റേസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ആസ് കമ്പയറിങ് ടു ദ ക്യാപിറ്റൽ ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ദർ ഇസ് എ ലാർജ് ഫണ്ട് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്താണ് വളരെ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫണ്ട് എന്ത് ചെയ്യും റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ സെക്കൻഡ് അഡ്വാൻറ്റേജസ് എന്താണ്? ലാർജ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ഫേമിൽ. തേർഡ് വൺ എന്താണ്? ഡിവിഷൻ ഓഫ് ലാബർ. ഡിവിഷൻ ഓഫ് ലാബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കും ബിസിനസ്സിൽ അതെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് ഡിവിഷൻ ഓഫ് ലാബർ എന്നാണ്. ഇൻ ഡിവിഷൻ ഓഫ് ലാബർ മീൻസ് ഡിവൈഡിങ് ദി വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ടു ഡിഫറെൻറ്റ് സ്മോൾ വർക്ക്. സ്മോൾ ആക്ട് എന്ന് വെച്ചാൽ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും വർക്കിനോ റെസ്പോൺസിബിലിറ്റിനോ എന്ത് ചെയ്യും ഡിഫറെൻറ്റ് സ്മോൾ ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അവിടെയുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു അസൈൻ ചെയ്ത് കൊടുക്കുന്നു അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ആൻഡ് ദി സ്കിൽ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബേക്കറി ഫേം എടുക്കുകയാണ്. ബേക്കറി എന്താണ്? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ് ഒരു ബേക്കറി. അവിടെ A, B, C അങ്ങനെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ബേക്കറി ഫേമിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും? നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സാധനങ്ങൾ എന്ത് ചെയ്യണം? ഈ ബേക്കറി ഐറ്റംസും ചോക്ലേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം പർച്ചേസ് ചെയ്യണം അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്? പ്രൊഡക്ഷൻ. എന്തെങ്കിലും പുതിയ കേക്കോ അല്ലെങ്കിൽ നമ്മൾ പപ്സ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ പ്രൊഡക്ഷൻ നടത്തണം. തേർഡ് വൺ എന്താണ്? സെയിൽ ആൻഡ് ഫിനാൻസ്. എന്താണ്? അത് വിട്ടിട്ട് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എന്താണ് റെക്കോർഡ് വെക്കണം. അങ്ങനെ 4 തരം ആക്ടിവിറ്റീസാണ് നമ്മളൊരു ബേക്കറി ഫേം എടുക്കുകയാണെങ്കിൽ. ഈ ആക്ടിവിറ്റീസിന് നമ്മൾ എന്ത് ചെയ്തു ഓരോന്ന് ആ മൊത്തത്തിലുള്ള ഈ ഒരു സ്ഥാപനത്തിലെ ബേക്കറി ഫേമിലുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്മോൾ വർക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന് എന്ത് ചെയ്യുന്നു എന് പർച്ചേസിങ് ആക്ടിവിറ്റീസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ബീന് എന്താണ്? പ്രൊഡക്ഷൻ കേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന അങ്ങനത്തെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ബിക്കും. സി എന്ത് ചെയ്യുന്നു ആ സ്ഥാപനത്തിലെ ക്യാഷ്യർ ജോലി എന്താണ് ഫിനാൻസ് ആൻഡ് സെയിൽ ആക്ടിവിറ്റീസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെയാണ് സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഡിവിഷൻ ഓഫ് ലാബർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാൽ ഡിവൈഡിങ് ദി വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫേം ഇൻ ടു ഡിഫറെൻറ്റ് സ്മോൾ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എമംഗ് ദി പാർട്ട്നേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ആൻഡ് സ്കിൽ. ഒരു സ്ഥാപനത്തിലുള്ള ആ മെമ്പേഴ്സിൻ്റെ സ്കില്ലും കഴിവും അനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യുന്നു അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ തേർഡ് അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണ്? ഡിവിഷൻ ഓഫ് ലാബർ. പാർട്ട്ണർഷിപ്പ് ഹെൽപ്ഫുൾ ടു ഡെവലപ്പിംഗ് ദി ഡിവിഷൻ ഓഫ് ലാബർ. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താണ്? ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്.
നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ എടുക്കുന്നത്? ജോയിൻറ്റ് എഫേർട്സ് ഓഫ് ഓൾ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിൻ്റെയും ജോയിൻ്റ് ആയിട്ട് അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ദിസ് വിൽ ഹെൽപ്ഫുൾ ടു മേക്ക് ബെറ്റർ ഡിസിഷൻ, ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ഹെൽപ്ഫുൾ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഇൻ പാർട്ട്ണർഷിപ്പ് ഇറ്റ് ഹെൽപ്ഫുൾ ഫോർ ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. പാർട്ട്ണർഷിപ്പിൽ എന്താണ്, the partnership the members are have a different experience and variety skill. ഓരോ പാർട്ട്നേഴ്സിന് എന്താണ്, പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ. വളരെ ഇപ്പോൾ എന്തെങ്കിലും ഒന്നെങ്കിൽ ഒരു കാര്യം മാർക്കറ്റ് ചെയ്യുക, അല്ലെ ഫിനാൻസ് ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെ സെല്ലിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ട്, അങ്ങനെ ഓരോ മെമ്പേഴ്സും ഓരോ എക്സ്പീരിയൻസിനും വെറൈറ്റി സ്കില്ലുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ഈ പാർട്ട്ണർഷിപ്പിൽ എന്താ ചെയ്യുന്നത്, ഈ വെറൈറ്റി സ്കില്ലും എക്സ്പീരിയൻസും ഉള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടി നമ്മൾ ഒരുമിച്ച് ബ്രിങ്ങിങ് ടുഗദർ ഇൻ വൺ പ്ലേസ്, അതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ദിസ് ഹെൽപ്ഫുൾ ഫോർ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് എ ഫേം. ഒരു ഫേം എന്ത് ചെയ്യുന്നു, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഇത് ഹെൽപ്ഫുൾ ചെയ്യുന്നു. ആൻഡ് സിക്സ് വൺ എന്താണ്, ഷെയറിങ് ഓഫ് റിസ്ക്. സിക്സ് അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണ്, മെയിൻ എന്താണ്, നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ എന്ത് പറഞ്ഞു, ഒരേ ഒരു വ്യക്തിയാണ് ഉണ്ടാവുക, സിംഗിൾ ഇൻഡിവിജ്വലാണ്, അയാൾ തന്നെ ആയിരിക്കും എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം, അത് ബിയർ ചെയ്യണം. ബട്ട് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് റിസ്ക് എന്താണ്, റിസ്ക് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഓൾ പാർട്ട്നേഴ്സ് ഓഫ് ഫേം. ആ ഫേമിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ട് അവരെല്ലാവരും എന്ത് ചെയ്യണം, ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അത് ബിയർ ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് ദിസ് വിൽ ഹെൽപ്ഫുൾ ടു റെഡ്യൂസ് റിസ്ക് ആൻഡ് ആങ്സൈറ്റി ഓഫ് ദി പാർട്ട്നേഴ്സ്. അവർക്ക് എന്താ ടെൻഷനും ടെൻഷനും ആങ്സൈറ്റി ഒന്നും ഉണ്ടാവില്ല, എല്ലാ ആക്ടിവിറ്റീസും ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ബിസിനസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, സിക്സ് വൺ എന്താണ്, ഷെയറിങ് ഓഫ് റിസ്ക്. ആൻഡ് ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് സീക്രസി. ഇറ്റ് ഹെൽപ്ഫുൾ ടു മെയിൻറ്റെയിനിങ് ദ സീക്രസി ഇൻ ദി ഫേം എന്നാണ്. പാർട്ട്ണർഷിപ്പ് ഫേം എന്താണ്, അവരുടെ ലീഗൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ത് ചെയ്യുന്നതിന് പബ്ലിക്കിന് പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു കമ്പൽസറി റൂൾസ് ഒന്നുമില്ല ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ. അപ്പോൾ ദർ ഈസ് നോ നീഡ് ഫോർ പബ്ലിഷിംഗ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അതുകൊണ്ട് എന്താണ്, അവർക്ക് അവരുടെ ഡിസിഷൻസും ബിസിനസ്സിൻ്റെ ഡിസിഷൻസും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഇമ്പോർട്ടൻറ്റ് സീക്രട്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നത് പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. ഇൻ പാർട്ട്ണർഷിപ്പ് ഇറ്റ് ക്യാൻ കീപ് ടു കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ദെയർ ബിസിനസ് ഇൻഫർമേഷൻ ഓർ ബിസിനസ് സീക്രട്സ്. These are the important advantages of partnership firm. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഒന്ന് സമ്മറി ചെയ്ത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ എന്താണ്, ഈസി ഫോർമേഷൻ അല്ലേ. വളരെ എളുപ്പമാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, അത്ര വലിയ ലീഗൽ ഫോർമാലിറ്റി ഒന്നുമില്ല. ദർ ഇസ് നോ കമ്പൽസറി ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇറ്റ് ഇസ് ഓപ്ഷണൽ. സെക്കൻഡ് വൺ എന്താണ്, മോർ ഫണ്ട്സ് എന്താണ്, നമ്മൾ സോൾ പ്രൊപ്രൈറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഫണ്ട് എന്താണ്, വളരെ ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. എന്താണ്, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണെന്ത് ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഒന്നുമല്ല, എത്രയാണ് നമുക്ക് 10 പാർട്ട്നേഴ്സിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ഫേമിൽ. അപ്പോൾ സെക്കൻഡ് വൺ എന്താണ്, മോർ ഫണ്ട്സ്. തേർഡ് വൺ എന്താണ്, ഡിവിഷൻ ഓഫ് ലാബർ എന്താണ്, ഡിവൈഡിങ് ദ വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ടു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് അസൈനിങ് ടു ദ പാർട്ട്നേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ആൻഡ് സ്കിൽ. അവരുടെ എബിലിറ്റിയും സ്കില്ലിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് ഓരോ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കും. ദിസ് വിൽ ഹെൽപ്ഫുൾ ഫോർ സ്പെഷ്യലൈസേഷൻ ഓഫ് ഫേം. നല്ല സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സ്മൂത്ത്ഫുള്ളായിട്ട് റൺ ചെയ്യാൻ നമ്മൾ എന്താണ്, ഒരു സ്ഥാപനത്തിന് ഹെൽപ്ഫുള്ളാണ് ഡിവിഷൻ ഓഫ് ലാബർ. നെക്സ്റ്റ് ഫോർത്ത് വൺ, ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ്, അവിടെ ഡിസിഷൻ എടുക്കുന്നതാണ് ജോയിൻറ്റ് എഫേർട്സ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ജോയിൻറ്റ് എഫേർട്സ് ഉണ്ട് നമ്മൾ. അപ്പോൾ ദിസ് വിൽ ഹെൽപ്ഫുൾ ടു ടേക്ക് ഗുഡ് ഡിസിഷൻ അല്ലെ ബെറ്റർ ഡിസിഷൻ എന്നാണ്. ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ എന്താണ്, ഇത് ജോയിൻറ്റ് എഫേർട്സ് എന്ത് ചെയ്യുന്നു, ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫിഫ്ത്ത് വൺ, എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. വെറൈറ്റി എക്സ്പീരിയൻസും സ്കില്ലും ഉള്ള എംപ്ലോയീസിനെ നമ്മൾ ഡിഫറെൻറ്റ് പീപ്പിൾസിന് നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. ബ്രിങ്ങിങ് ടുഗദർ ഇൻ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് വെറൈറ്റി സ്കിൽ പേഴ്സൺസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഹെൽപ്ഫുൾ ടു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഫേം. ആൻഡ് സിക്സ്ത് വൺ, ഷെയറിങ് ഓഫ് റിസ്ക് എന്താണ്, എല്ലാ പാർട്ട്നേഴ്സും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്, അവിടെ അത്ര ടെൻഷനൊന്നും ഉണ്ടാകുന്നില്ല പാർട്ട്ണർഷിപ്പ് ഫേമിൽ. സെവൻത്ത് വൺ, സീക്രസി എന്നാണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു കമ്പൽസറി റൂൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ബിസിനസ് ഡിസിഷൻസും ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രോഫിറ്റബിലിറ്റി ആണോ അല്ലെ ലോസ് ആണോ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് സീക്രട്സ് ഒന്നും എന്താണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു റൂളൊന്നുമില്ല. അതെന്നാണ്, ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ
സീക്രസി എന്നാണ്. ആ സ്ഥാപനത്തിന് പാർട്ട്ണർഷിപ്പ് ഫേമിന് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞില്ലേ പാർട്ട്ണർഷിപ്പിൻ്റെ. നമുക്ക് നെക്സ്റ്റ് എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ എന്താണ് അൺലിമിറ്റഡ് ലാബിലിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ ലാബിലിറ്റി? ദ ലാബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് ഫേം ആർ അൺലിമിറ്റഡ്. ദാറ്റ് മീൻസ് the partners are individually and personally responsible for the debt of firm. ആ ഫേമിൻ്റെ എന്താണ് ആ ഫേമിന് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ ലോസ് അല്ലെ ലാബിലിറ്റീസ് എന്താണ് ഇയാൾ ഇൻഡിവിജ്വലിയും പേഴ്സണലിയും റെസ്പോൺസിബിൾ ആണ്. ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും ഒരു ലോസ്, ഇപ്പോൾ എന്താണ് ദ ലോസ് ഓഫ് ദ ഫേം ആർ ഇൻസഫിഷ്യൻറ്റ്, ദ അസറ്റ്സ് ആർ ഫേം ഇൻസഫിഷ്യൻറ്റ് ടു മീറ്റ് ദി ലോസ് ഓഫ് ഫേം. ദ പാർട്ട്നേഴ്സ് മസ്റ്റ് റെസ്പോൺസിബിൾ ടു സെൽ ദെയർ പേഴ്സണൽ പ്രോപ്പർട്ടി ഫോർ ദി റീപേയ്മെൻറ്റ് ഓഫ് ലാബിലിറ്റി. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എന്താണ് സെല്ല് ചെയ്തിട്ടെങ്കിലും ആ ഡെപ്റ്റ് എന്ത് ചെയ്യണം റീപേ ചെയ്യാൻ ഈ പാർട്ട്നേഴ്സ് എന്താണ് റെസ്പോൺസിബിൾ ആണ്. ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഡെപ്റ്റ് ഉണ്ടാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ദർ ഈസ് എ റെസ്ട്രിക്ഷൻ ഫോർ ദി മെമ്പേഴ്സ് പാർട്ട്നേഴ്സ് എന്താണ് റെസ്ട്രിക്ഷൻ ടു ദ അണ്ടർടേക്ക് ദ റിസ്കി ഡിസിഷൻസ്. റിസ്കി ആയിട്ടുള്ള വളരെ ഹൈ പ്രൊജക്റ്റും അല്ല ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പ്രൊജക്റ്റൊക്കെ ഏറ്റെടുക്കാൻ എന്താണ് പാർട്ട്നേഴ്സിന് എന്താണ് ഒരു റെസ്ട്രിക്ഷൻ ആയിരിക്കും, ഒരു പേടിയായിരിക്കും അല്ലേ, അത്ര ധൈര്യം കിട്ടില്ല. ഇയാളെ പേഴ്സണൽ പ്രോപ്പർട്ടി എന്താണ് റെസ്പോൺസിബിലിറ്റി ആണ്, എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആണ് പേഴ്സണൽ പ്രോപ്പർട്ടി. അപ്പോൾ അവർ ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒന്നും ഇവരെന്ത് ചെയ്യുക ഡിസിഷൻസ് ഒന്നും ഈ മെമ്പേഴ്സ് പാർട്ട്നേഴ്സ് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ദിസ് വിൽ എഫക്റ്റ് ദി ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഗ്രോത്തും എക്സ്പാൻഷൻ എന്താണ് ഇത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അത്ര ഗ്രോത്ത് നമ്മൾ റിസ്കി ഡിസിഷൻസ് എടുക്കുമ്പോഴാണ് ആ സ്ഥാപനം എന്താണ് കൂടുതൽ പ്രോഫിറ്റബിളും ഗ്രോത്തും ഒക്കെ ചെയ്യാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ് അൺലിമിറ്റഡ് ലാബിലിറ്റി. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താണ് നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇയാൾ എന്താണ് ദ ഷെയർ ഓഫ് ദ പാർട്ട്നേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ് ടു ട്രാൻസ്ഫർ ദി ഷെയർ ഓഫ് പാർട്ട്നേഴ്സ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ആ മെമ്പേഴ്സിൻ്റെ ഷെയർ എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താണ് വിത്ത് ദി മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം. ആ ഫേമിലുള്ള മറ്റ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൊരു പാർട്ട്ണറിന് എന്താണ് ഇയാളെ ഷെയർ പുറത്ത് ഔട്ട്സൈഡറിന് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് സെക്കൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ് ദർ ഈസ് എ റെസ്ട്രിക്ഷൻ ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ഓണർഷിപ്പ് നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. തേർഡ് വൺ എന്താണ് ലിമിറ്റഡ് റിസോഴ്സസ്. ഈ ഫേമിൽ എന്താണ് അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ദർ ഈസ് എ ലിമിറ്റിംഗ് ദി നമ്പർ ഓഫ് ഫേം. ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്ര ഒരു 1000 അങ്ങനെ 2000 നമുക്ക് എന്താണ് പാർട്ട്നേഴ്സ് ആക്കാനൊന്നും ഒരു ഫേമിൽ മെമ്പേഴ്സ് ആക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ദർ ഈസ് എ ലിമിറ്റിംഗ് ദി റിസോഴ്സസ് എന്നാണ്. അപ്പോൾ നമുക്ക് വലിയ ലാർജ് പ്രൊജക്റ്റും അങ്ങനത്തെ എടുക്കാൻ ലാർജ് റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ. ആൻഡ് ഫോർത്ത് വൺ എന്താണ് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്താണ് ദർ ഇസ് നോ കമ്പൽസറി ഫോർ പബ്ലിഷിംഗ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദി ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ആ ഫേമിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും റിപ്പോർട്ട്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താണ് പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു കമ്പൽസറി റൂളൊന്നുമില്ല. അപ്പോൾ എന്താണ് ജനറൽ പബ്ലിക്കിന് ഈ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റുന്നില്ല. പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്ന് ഇവർക്ക് ഈ റിപ്പോർട്ട്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ എന്താണ് അതിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നറിയാം. എന്താണ് അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയാൽ എന്താണ് ആ സ്ഥാപനം ഈ കറണ്ട് ഇയർ എന്താണ് പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്നറിയാം. അപ്പോൾ ഇതൊന്നും എന്താണ് പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ജനറൽ പബ്ലിക്കിന് എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്താണ് കോൺഫിഡൻസ് ട്രസ്റ്റ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താണ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു വളരെ കുറവായിരിക്കും. അതാണ് ഫോർത്ത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. ആൻഡ് ഫിഫ്ത്ത് വൺ എന്താണ് the possibility of conflict. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് കഴിഞ്ഞു. ഡിസിഷൻസ് ഒക്കെ എന്താണ് ഷെയറിങ് അതോറിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. എല്ലാവർക്കും ഇവരുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണ് അവരുടെ വ്യൂ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാവരുടെ ഒപ്പീനിയൻസും കളക്ട് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസും ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. അപ്പോൾ അവരുടെ വ്യൂ പോയിൻറ്റും ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഡിഫറെൻ്റ് ആകുമ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് വിൽ ലീഡ് ടു ഡിസ്പ്യൂട്ട് എമംഗ് ദി പാർട്ട്നേഴ്സ് തമ്മിൽ എന്താണ്
ഡിസ്പ്യൂട്ട് ഉണ്ടാകാനും കോൺഫ്ലിക്റ്റിലേക്കും എന്ത് ചെയ്യുന്നു നയിക്കുന്നു. അതാണ് 5th ഡിസഡ്വാൻറ്റേജസ് എന്താണ് പോസിബിലിറ്റീസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ആൻഡ് ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് എന്താണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഇപ്പം എന്താണ് ഡെത്ത് ഓർ എന്താണ് റിട്ടയർമെൻറ്റ് ആൻഡ് ഇൻസോൾവൻസീസ് ഓഫ് പാർട്ട്നേഴ്സ് വിൽ ലീഡ് ടു ടെർമിനേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. ഇതിൽ ആ പാർട്ട്നേഴ്സിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് എന്തെങ്കിലും ഡെത്തോ അല്ലെങ്കിൽ അവർ ഇതിന് റിട്ടയർമെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ പാർട്ട്ണർഷിപ്പ് കറണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റ് എന്ത് ചെയ്യും ടെർമിനേറ്റ് ആയി പോകും. ബാക്കി എന്ത് ചെയ്യും അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു പുതിയ എഗ്രിമെൻറ്റ് ഫോം ചെയ്ത് പുതിയ എന്താണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്താണ് നമുക്ക് ഒരിക്കലും ഷ്യൂറിറ്റി കൊടുക്കാൻ പറ്റില്ല. There is uncertainty of a continuity of a partnership firm. These are the important disadvantages of a partnership firm. ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ലാബിലിറ്റി. നമ്മൾ ഓൾറെഡി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ലാബിലിറ്റീസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർ പാർട്ട്ണർഷിപ്പ് എന്താണ് അൺലിമിറ്റഡ് ആണ്. അവരെന്താണ് പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ ദി ഡെപ്റ്റ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം. ആ ഫേമിൻ്റെ എന്താണ് ഡെപ്റ്റിന് ഇവർ പേഴ്സണലി റെസ്പോൺസിബിൾ ആണ്. സെക്കൻഡ് വൺ എന്താണ് ഇവർക്ക് നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ദി ഇൻട്രസ്റ്റ്. പാർട്ട്നേഴ്സിന് എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ ഷെയർ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവരുടെ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റും കൂടി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ് ലിമിറ്റഡ് റിസോഴ്സസ്. എന്താണ് നമുക്ക് ഫിനാൻഷ്യലി ലാർജ് ഫണ്ടൊന്നും എന്ത് ചെയ്യുന്നത് റേസ് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് എ ലിമിറ്റ് ഇൻ ദ നമ്പർ ഓഫ് ദി പാർട്ട്നേഴ്സ്. ഒരു സ്ഥാപനത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് നമ്പർ പാർട്ട്നേഴ്സിന്. അപ്പോൾ ദർ ഇസ് ലിമിറ്റ് ദി റിസോഴ്സസ്. ആൻഡ് ഫോർത്ത് വൺ ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. എന്താണ് പബ്ലിക്കിന് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്താണ് ട്രസ്റ്റ് വളരെ കുറവായിരിക്കും. ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇവരുടെ കറൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് അറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പബ്ലിക്കിന് എന്താണ് ട്രസ്റ്റ് കുറവാണ്. ദർ ഇസ് എ ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. ആൻഡ് ഫിഫ്ത്ത് വൺ എന്താണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. എന്താണ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഒക്കെ ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ് ഒരു ഫേമിൻ്റെ കണ്ടിന്യൂറ്റി എന്താണ് അൺസർട്ടൈൻ ആണ്. അവരുടെ ഒന്ന് ഡെത്തോ റിട്ടയർമെൻറ്റോ ഇൻസാനിറ്റിയോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ അതും പാർട്ട്നേഴ്സിന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് ആ സ്ഥാപനത്തിൻ്റെ കറണ്ടായിട്ടുള്ള അഗ്രിമെൻറ്റ് എന്ത് ചെയ്യും ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട്. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. നമ്മൾ എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്? പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ പാർട്ട്ണർഷിപ്പ് ഡീഡ് പഠിച്ചു, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് പഠിച്ചു, അഡ്വാൻറ്റേജസ് പഠിച്ചു, ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഏതൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലും പാർട്ട്ണർഷിപ്പ് അറ്റ് പർട്ടിക്കുലറും അതെന്താണ്. നെക്സ്റ്റ് അത് ഡ്യൂറേഷൻ്റെ ബേസിൽ. നെക്സ്റ്റ് ലിമിറ്റഡിൻ്റെ ബേസിൽ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ജനറലും സ്പെഷ്യൽ പാർട്ട്ണർഷിപ്പും ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിച്ചു അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.